ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 46ാമത്തെ പാർട്ടാണ്. നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വലിയ പാർട്ട് തന്നൂന്ന്. അപ്പോൾ ഇതും ചെറിയ പാർട്ടായാലോ? നിങ്ങളൊക്കെ കമൻ്റ് ഇടാൻ ഭയങ്കര മടിയാണല്ലേ. അപ്പം ഞാൻ ഇനിയുള്ള എല്ലാ ദിവസവും 2 പാർട്ട് വെച്ചിടും. പക്ഷേ എല്ലാം ചെറിയ പാർട്ട് ഇടുള്ളൂ. നിങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ. അയ്യോ ചേച്ചി, ചെറിയ പാർട്ട് വേണ്ടാന്നൊന്ന് കമൻ്റ് ഇടുക. അപ്പം ഞാൻ വലിയ പാർട്ട് ഇടാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ? ദത്ത അവൾ ബെഡിൽ നിന്നും ചാടി ഇറങ്ങി ഓടി അവൻ്റെ മേലേക്ക് കയറി. ഒന്ന് പതിയെ പെണ്ണേ. ദത്തൻ അവളെ ഇരു കൈകൾ കൊണ്ട് താങ്ങി പിടിച്ചു. ഐ മിസ് യൂടാ. വർണ്ണ ദത്തൻ്റെ കവളിലായി ഉമ്മ വെച്ചു. അത് കേട്ട് ദത്തനൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ നിൻ്റെ ഭർത്താവാന്ന് ഇടയ്ക്കെങ്കിലും ഓർക്കുന്നൊന്ന് നന്നായിരിക്കും. അവളുടെ വിളി കേട്ട് ദത്തൻ പറഞ്ഞു. ഞാൻ ഇനിയും വിളിക്കും, എന്താടാ നീ ചെയ്യുക? അവൾ അവനെ നോക്കി പേടിപ്പിച്ചു. എൻ്റെ പൊന്നോ, ഞാൻ വെറുതെ പറഞ്ഞതാ, ഇനി അതിൻ്റെ പേരിൽ നോക്കി പേടിപ്പിക്കണ്ട. ദത്തൻ അവളെ താഴെ ഇറക്കി നിർത്തി. എൻ്റെ കുട്ടി ഇവിടെ ഇരിക്കി, ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം. അത് പറഞ്ഞ ദത്തൻ ടവലും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ദത്ത, അവൻ പോകുന്നു നോക്കി ചെറിയ കുട്ടിയെ പോലെ വിളിച്ചു. ഇപ്പോൾ വരാടി, മേല് മൊത്തം വേർപ്പാ, കുളിച്ചിട്ട് ഇപ്പം വരാം. എൻ്റെ കുട്ടി ഇവിടെ ഇരുന്നേ. അവൾ ബെഡിലേക്ക് ഇരുത്തി നെറുകയിൽ ഒരു ഉമ്മ വെച്ചു. ശേഷം ബാത്റൂമിലേക്ക് പോയി. അവൻ പോയതും വർണ്ണ വീണ്ടും എഴുതാൻ തുടങ്ങി. അപ്പോഴാണ് വേണിയുടെ കോള് വന്നത്. വർണ്ണ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ വർണ്ണു, എന്തല്ല ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു, ഡൗട്ട് ചോദിക്കാൻ. ഒരു മിനിറ്റ്, ഞാൻ അനുവിനെ കൂടെ കണക്ട് ചെയ്യട്ടെ. 2 സെക്കൻഡ് കൂടെ കഴിഞ്ഞതും അനു കൂടെ വന്നു. അനു, നിൻ്റെ എഴുതി കഴിഞ്ഞാ? വർണ്ണ ചോദിച്ചു. ഇല്ല വർണ്ണ മോളെ, കുറച്ചുകൂടി ഉണ്ട്. ഞാൻ ആകെ സാഡാണ്, അതുകൊണ്ട് എഴുതിയില്ല. എന്തു പറ്റി ഞങ്ങളുടെ അനുക്കുട്ടിക്ക്? വർണ്ണയും വേണു ഒരേ സ്വരത്തിൽ ചോദിച്ചു. പാവ സുമിത്ര ചേച്ചിയെ കല്യാണിൻ്റെ അനിയനില്ലേ തട്ടിക്കൊണ്ടുപോയി. ആ ചേച്ചിയെ കാണാതെ ശ്രീനിലയത്തിലുള്ളവരൊക്കെ സങ്കടത്തിലാ. ഏത് സുമിത്ര ചേച്ചി? നമ്മുടെ വാർഡ് മെമ്പർ വാസേൻ്റെ ഭാര്യയാണോ? വർണ്ണ ചോദിച്ചു. ആ പെണ്ണുമ്പിള്ളെ തട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ അത്ഭുതമുള്ളോ, ചോറിത്തവള, വേണി പറഞ്ഞു. ഇതാ സുമിത്രയല്ല, കുടുംബ വിളക്കിലെ സുമിത്ര ചേച്ചീനെ വേദിക്കാന്ന് കരുതി കല്യാണിൻ്റെ അനിയൻ സുമിത്ര ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയിന്നേ. ആ എപ്പോ? അപ്പോൾ കുടുംബ വിളക്കും സീരിയ കല്യാണ സീരിയലും ഒന്നാക്കിയാ? വർണ്ണ ചോദിച്ചു. ഡി വർണ്ണേ, നീയും ഈ സീരിയൽ പ്രാന്തിയുടെ പോലെ തുടങ്ങി, ഞാൻ കൂള് കട്ട് ചെയ്ത് എൻ്റെ പാട്ടിന് പൂട്ടാ. വേണി കലിപ്പിലായി. സീരിയൽ പ്രാന്ത് നിൻ്റെ മറ്റേ മുറച്ചിറക്കാൻ പട്ടാളം പുരുഷന് അടിപ്പാരട്ട വേണി. കുറച്ച് നേരം മൂന്നും കൂടെ ഓരോന്ന് പറഞ്ഞ് തല്ലുകൂടാൻ തുടങ്ങി. അവസാന അസൈൻമെൻറ്റിൻ്റെ കാര്യം ചോദിക്കാൻ വിളിച്ചവർ അതൊഴിച്ച് ആകാശത്തിന് താഴെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്ത് കോള് കട്ട് ചെയ്തു. ദത്തൻ കുളിച്ചിറങ്ങുമ്പോൾ പറഞ്ഞ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു. അവൻ ശബ്ദമുണ്ടാക്കാതെ പിന്നിൽ ചെന്ന് അവളെ എടുത്തുയർത്തി താഴേക്ക് നിർത്തി. കുളി കഴിഞ്ഞോ ദത്ത? കഴിഞ്ഞല്ലോ. ദത്തൻ ബെഡിലേക്ക് ഇരുന്ന് വർണ്ണയെ മടിയിലേക്ക് ഇരുത്തി. മുഖത്തേക്ക് പാറി വീണ മൂടി അവളുടെ ചെവിക്ക് പിന്നിലേക്ക് ഒതുക്കി വെച്ചു. കുളി കഴിഞ്ഞതിനാൽ അവൻ്റെ മുടിയിൽ നിന്ന് വെള്ളത്തുള്ളികൾ വർണ്ണയുടെ കൈകളിലേക്ക് വീണു. നിനക്കറിയില്ലേ ദത്ത, എനിക്ക് വെള്ള അലർജിയാന്ന്? വർണ്ണ ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കയ്യിലെ വെള്ളം തുടച്ചു കളഞ്ഞു. ആണോ? ദത്തൻ കള്ളച്ചിരിയോടെ അവളെ തനിക്ക് നേരെ തിരിച്ചിരുത്തി വർണ്ണയുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി. അവൻ്റെ മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിനെ നനച്ചു. അവൻ്റെ താടിയും മീശയും കഴുത്തിൽ ഉരസിയതും വർണ്ണ കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. അവസാനം ശ്വാസം കിട്ടാതെയായതും ദത്തൻ്റെ മുഖം എടുത്തു വർണ്ണ മാറ്റി. അവൾ ദത്തൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. ദത്തൻ അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു. ദേവുട്ടിയെ, എന്താ ദത്ത? അവൾ തല ഉയർത്തി അവനെ നോക്കി. ദത്തൻ ഒന്നും കൂടെ അവളെ തന്നിലേക്ക് ചേർത്തിയിട്ട ശേഷം തോളിൽ നിന്നും പതിയെ ഡ്രസ്സ് നീട്ടി. ആട് കുറവുണ്ട് അല്ലേ? തോളിലെ കടിച്ച പാടിയിൽ പതിയെ ചുംബിച്ചുകൊണ്ട് ദത്തൻ ചോദിച്ചു. അവളൊന്ന് മൂളി. എന്നാ ഒരു കടി കൂടെ തരട്ടെ? ദത്തൻ അവൻ്റെ പതിവ് കള്ളച്ചിരിയോടെ ചോദിച്ചു. വർണ്ണ അവൻ്റെ മടിയിൽ നിന്ന് ഓടിയിറങ്ങി. എൻ്റെ കൊച്ചിന് അത്രയ്ക്കും പേടിയാണോ? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. അത് പറഞ്ഞ് ദത്തൻ അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ച് മടിയിലേക്ക് ഇരുത്തി.
അവളുടെ കഴുത്തിൽ നിന്ന് മുടി മുന്നിലേക്കിട്ട് വർണ്ണയുടെ പെൺകഴുത്തിൽ മുഖം ചേർത്ത് ദത്തനായിരുന്നു. കുഞ്ഞെ ദത്ത, എൻ്റെ കുട്ടീനെ ഞാൻ ഒരുപാട് മിസ് ചെയ്തൊന്ന്. ഇല്ല, നീ വെറുതെ പറയാ. അല്ലടാ, സത്യം, എൻ്റെ പൊന്നാണേ സത്യം. എന്നിട്ട് നീ എന്നൊരു വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. അതെങ്ങനെയാടാ? എൻ്റെ കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടാൽ എനിക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരാൻ തോന്നില്ലേ? അവളുടെ കഴുത്തിൽ മുഖം അമർത്തി ദത്തൻ പറഞ്ഞു. എനിക്ക് നീ അല്ലാതെ പറ്റണില്ല ദത്ത. എല്ലാവരും ഉണ്ടെങ്കിലും ഒരൊറ്റപ്പെടൽ തോന്നുക. നീ കൂടെ ഇല്ലാത്തപ്പോൾ സങ്കടം വരാ. അവൾ പറഞ്ഞ് അവസാനിക്കുമ്പോഴേക്കും വിതുമ്പിപ്പോയിരുന്നു. അയ്യേ, ദത്തൻ്റെ ദേവൂട്ടി കരയേ. 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അവളെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ഇതെന്താ കയ്യിൽ മുഴുവൻ മഷിയാണല്ലോ, നീ പേപ്പറിലാണോ കയ്യിലാണോ എഴുതിയേ? അവളുടെ ഉള്ളം കയ്യിൽ നോക്കി ദത്തൻ കളിയാക്കി പറഞ്ഞു. ഇതെന്താടി, എന്തൊരു കുഞ്ഞ കയ്യാ നിൻ്റെ, ഇത്തിരേ ഉള്ളൂ. വർണ്ണയുടെ കൈ ദത്തൻ്റെ കൈക്കുമേലെ വെച്ചു. ദത്ത, വേണ്ടാട്ടാ, എൻ്റെ വലിയ കയ്യാ, അവൾ വാശിയോടെ പറഞ്ഞു. അല്ലടാ, എൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യും ചെറുതാ. അവളുടെ ഉള്ളം കയ്യിൽ ദത്തൻ ഉമ്മ വെച്ചു. അല്ല, ഞാൻ വലിയ കുട്ടിയാ. അല്ല, നീ എൻ്റെ കുഞ്ഞ മോളല്ലേ. ഇതെന്താ ഇത്, പുലിനകോ? നല്ല ഭംഗിയിൽ നെഴിപ്പൊളിച്ചിട്ട വർണ്ണയുടെ കയ്യിലേക്ക് നോക്കി ദത്തൻ ചോദിച്ചു. കാണാൻ നല്ല രസമില്ലേ ദത്ത? രസമല്ല, സാമ്പാർ. എൻ്റെ പുറത്ത് മുഴുവൻ നിൻ്റെ ഈ നഖത്തിൻ്റെ പാടാ. ദേവേട്ടാ, വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന പാർവതിയെ കണ്ട് വർണ്ണ ദത്തൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ ദത്തൻ അതിന് സമ്മതിച്ചില്ല. ഞാൻ പലവട്ടം പാർവതിയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ റൂമിലേക്ക് ഡോറിന് നോക്ക് ചെയ്യാതെ വരരുതെന്ന്. സോറി ദേവേട്ടാ, അവൾ തലതായിട്ട് പറഞ്ഞു റൂമിന് പുറത്തേക്ക് ഇറങ്ങിയെന്നു. ദത്തൻ വർണ്ണയെടുത്ത് താഴത്തേക്ക് നിർത്തി. ശേഷം കബോർഡിന് അരികിലേക്ക് ചെന്ന് ഒരു ഷർട്ട് എടുത്തിട്ട് റൂമിന് പുറത്തേക്ക് വന്നു. എന്തിനാ പാർവതി വന്നേ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. ദേവേട്ടാ, ഞാൻ ഈ ഫയലുകൾ തരാൻ വന്നതാ. ഇത്ര പെട്ടെന്നെല്ലാം ക്രോസ് ചെക്ക് ചെയ്തോ? ദേവേട്ടൻ വേഗം വേണമെന്ന് പറഞ്ഞത് കൊണ്ടാ. പാർവതി തിരികെ പോകാതെ ദത്തനെ തന്നെ നോക്കി നിൽക്കാണ്. വന്ന കാര്യം കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കണേ? പൊക്കൂടെ? മുഖത്തെ ദേഷ്യം മറച്ചു വെക്കാതെ തന്നെ ദത്തൻ ചോദിച്ചു. അത് ദേവേട്ടാ, താഴെ അച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് അമ്മാവനും മറ്റും വന്നിട്ടുണ്ട്. അതിന്? ദത്തൻ നെറ്റി ചോദിച്ചു. ഏട്ടനോട് താഴേക്ക് വരാൻ പറഞ്ഞു. എൻ്റെ തന്തയുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനാ താഴേക്ക് വരണേ? ദേവേട്ടാ, പ്ലീസ് ഒന്ന് താഴേക്ക് വാ. ഏട്ടനെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. മുത്തശ്ശിയെ വരാൻ പറഞ്ഞേ. പാർവതിക്ക് പോവാം, അത് പറഞ്ഞ് ദത്തൻ വാതിൽ കൊട്ടി അടച്ചു. അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ദത്ത, നിന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയാ. ഓഫീസിൽ നിന്ന് വന്ന് ഡ്രസ്സ് പോലും മാറാതെ ഫയലൊക്കെ നോക്കിയേ. എന്നിട്ട് നീ എന്താ ചെയ്തേ? ഒരു പറസെല്ലാം ഒതുക്കി. പാവം, എന്തൊക്കെ ആഗ്രഹിച്ചു കാണും. അവളത്ര പാവമൊന്നല്ല. ദത്തൻ കയ്യിലെ ഫയൽ ടേബിളിന് മുകളിൽ വെച്ചു. അതെനിക്കറിയാം അത്ര പാവമൊന്നല്ലെന്ന്. എന്നോട് കാണിക്കുന്ന സ്നേഹം പോലും അഭിനയമാണ്. എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് പെരുമാറുന്ന പോലും. അതെങ്ങനെ നിനക്കറിയാം? സ്നേഹിച്ചാളും മറ്റൊരുത്തിക്ക് സ്വന്തമായെന്ന് മനസ്സിലായ ഏതൊരു പെണ്ണിനും അവളോടൊരു ദേഷ്യം തോന്നിയിരിക്കും. അല്ലാതെ ഇതുപോലെ സ്നേഹത്തിലൊക്കെ സംസാരിക്കണമെങ്കിൽ വല്ല സിനിമയിലോ സീരിയലോ കഥയായിരിക്കണം. അതിൽ മാത്രമേ സ്നേഹിച്ച പുരുഷനെ മറ്റൊരുത്തിക്ക് വിട്ടുകൊടുത്ത് സർവം സഹയായിട്ട് ജീവിക്കുള്ളൂ. എൻ്റെ കുട്ടി ഇത്രയും വലുതായ കാര്യം ഞാൻ അറിഞ്ഞില്ല. ഈ കുഞ്ഞു തലയിൽ ഇത്രയും ബുദ്ധിയുള്ളവർ ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്ത്? നീ എന്നെക്കുറിച്ച് ഇനി എന്തൊക്കെ അറിയാൻ കിടക്കണോ? വരണെന്നാ സുമ്മാവാ. മതി. എന്നാ പൊന്നുമോള് ബാക്കി എഴുതാൻ നോക്ക്. ഞാൻ ഈ ഫയൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ദത്തൻ ടേബിളിനരികിലെ ചെയർ വലിച്ചിട്ട് അതിലിരുന്ന് ഫയൽ നോക്കാൻ തുടങ്ങി. അയ്യോ ദത്ത, ഞാനൊരു കാര്യം പറഞ്ഞു. സാധാരണ നാട്ടു നടപ്പനുസരിച്ച് ഭർത്താവ് കഷ്ടപ്പെട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ ചായ കൊണ്ടുവന്ന് തരണ്ടേ? തല മസാജ് ചെയ്ത് തരണ്ടേ? ഡിക്കൂരിട്ടെ, നിന്റെ മനസ്സിലിരിപ്പം എനിക്കറിയാം. എഴുതാനുള്ള മടി കൊണ്ടല്ലേ ഇതൊക്കെ. ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് സമയം കുറേ ആയി. ഇപ്പം ആണോ ഇതൊക്കെ ചോദിക്കണേ? അത് പിന്നെ എനിക്കിപ്പം അല്ലേ ഓർമ്മ വന്നേ. നീ ഇവിടെ ഇരിക്കി, ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്നിട്ട് തല മസാജ് ചെയ്ത് തരാം. ഒന്നും വേണ്ട, ഞാൻ ഓഫീസിൽ നിന്ന് കോഫി കുടിച്ചിരുന്നു. പിന്നെ മസാജിങ് ഒന്നും വേണ്ട. പൊന്നുമോള് പോയി എഴുതാൻ നോക്ക്. ഇങ്ങനെ ഉണ്ടോ ഒരു മടി? ചായ വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ മസാജ് ചെയ്യും.
അത് പറഞ്ഞ ദത്തൻ്റെ തല മസാജ് ചെയ്യാൻ തുടങ്ങി. ദത്തൻ ഒരു പുഞ്ചിരിയോടെ ഫയൽ നോക്കുന്നുണ്ട്. മതി ദേവു, പോയി എഴുതാൻ നോക്കിനി. കുറച്ച് നേരം കൂടെ ദത്ത. വർണ്ണ. ദത്തൻ ദേഷ്യം വരുമ്പോൾ മാത്രമേ അങ്ങനെ വിളിക്കൂ എന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് അവൾ മസാജിങ് നിർത്തി. ദത്തൻ്റെ പിന്നിലായാണ് വർണ്ണ നിൽക്കുന്നത്. അവൾ പതിയെ ദത്തൻ്റെ തല ചെയറിലേക്ക് ചെരിച്ചു വെച്ചു. ദത്തൻ എന്താ എന്ന രീതിയിൽ അവളുടെ കണ്ണുകളിലേക്ക് ഉയർത്തി നോക്കി. വർണ്ണ ഒന്ന് കുനിഞ്ഞ് അവൻ്റെ നെറ്റിയിലായി ഉമ്മ വെച്ചു. ശേഷം ഇരു കണ്ണിലും, ശേഷം ഇരു കവളിലും. ദത്തൻ കണ്ണുകൾ അടച്ചൊരു പുഞ്ചിരിയോടെ സ്വീകരിച്ചു. ഇനി എൻ്റെ ദത്തുട്ടൻ ജോലി ചെയ്തോട്ടാ. വർണ്ണ അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നതും ദത്തൻ അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. അങ്ങനെ അങ്ങ് പോയാലോ മോളെ, മുഴുവൻ തന്നിട്ട് പോ. തന്നൂലോ ദത്ത. തന്നിട്ടില്ലാന്നേ. അത് പറഞ്ഞ ദത്തൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. പ്രതീക്ഷിക്കാത്ത വലിയിൽ വർണ്ണ ബാലൻസ് തെറ്റി ദത്തൻ്റെ മടിയിലേക്ക് വീണു. എന്ത് ദത്തേ കാണിച്ചേ, ഞാൻ താഴെ വീണേനിപ്പോ. അവൾ ദേഷ്യത്തിൽ പറഞ്ഞ് അവൻ്റെ മടിയിൽ നിന്ന് എണീക്കാൻ നിന്നുവെങ്കിലും ദത്തൻ അവളുടെ വയറിലൂടെ കൈ ചേർത്ത് ലോക്കാക്കി. നിനക്ക് എന്താ ദത്ത, ഞാൻ പോയി എഴുതാൻ നോക്കട്ടെ, എന്നെ വിട്ടേ. വിടാം, പക്ഷെ അതിന് മുമ്പ് മുഴുവൻ തന്നിട്ട് പോ. എന്ത് തരുന്ന കാര്യം ദത്ത നീ പറയണേ? ഇവിടെ കൂടെ ഒരു ഉമ്മ തന്നിട്ട് എൻ്റെ കുട്ടി പോയി എഴുതിക്കോന്ന്. ദത്തൻ വർണ്ണയുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞതും വർണ്ണയുടെ മുഖം ചുവന്നു കൊടുത്തു. ഇത്രയ്ക്കൊന്നാണോ? ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ, എന്നിട്ട് വേണം എനിക്ക് ബാക്കി ഫയലുകൾ നോക്കാൻ. വേഗം സമയം പോണു. അത് കേട്ട് വർണ്ണ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. മര്യാദയ്ക്ക് ഫയൽ നോക്കിക്കൊണ്ടിരുന്ന എന്നെ ഉമ്മ തന്നു ഉണർത്തിയിട്ട് ഇപ്പം ഇങ്ങനെ പറയണ. ദത്തൻ അവളുടെ പിൻകഴുത്തിലൂടെ കൈ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. വർണ്ണ അത് കണ്ട് ഇരു കണ്ണുകൾ ഇറുക്കി അടച്ചു. ദത്തൻ്റെ ചൂട് ശ്വാസം മുഖത്ത് തട്ടിയതും വർണ്ണ ഒന്ന് പൊള്ളിപ്പടഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ലാത്ത കണ്ട് വർണ്ണ പതിയെ കണ്ണു തുറന്നു. ദത്തൻ്റെ മുഖം തൻ്റെ തൊട്ടടുത്ത് തൊട്ടില്ല എന്ന രീതിയിലാണ്. കുഞ്ഞെ പ്ലീസ്. അപ്പോൾ ദത്തൻ്റെ കണ്ണിൽ പ്രണയവും വാത്സല്യവും കലർന്ന ഒരു പ്രത്യേക ഭാവമായിരുന്നു. അവൻ്റെ ആ നോട്ടം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശക്തിയുള്ളതായിരുന്നു. അത്രയും നേരം പരിഭ്രമം നിറഞ്ഞ വർണ്ണയുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. അവളൊന്ന് ഉയർന്ന് ദത്തൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ആ പഴയ ദത്തനിൽ നിന്ന് നീ ഒരുപാട് മാറിപ്പോയി ദത്ത. നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ നിമിഷം എൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയേ. പക്ഷെ ശരിക്കും അപ്പോഴാണ് എൻ്റെ ജീവിതം തുടങ്ങിയത് പോലും. ഇതുവരെ ആരിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം, വാത്സല്യം, പ്രണയം, എനിക്ക് ഇതൊന്നും തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചില സമയത്തൊക്കെ നിൻ്റെ സ്നേഹം ഇങ്ങനെ കിട്ടാൻ എനിക്ക് അർഹതയുണ്ടോയെന്ന് പോലും തോന്നും. എൻ്റെ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ നിന്നെ എനിക്ക് കിട്ടിയതാണ്. വർണ്ണ അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നു. ദത്തൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. നെഞ്ചിൽ ചൂടിനാൽ ഒരു നനവ് പടർന്നു. അവൾ കരയുകയാണെന്ന് ദത്തന് മനസ്സിലായി. കരയല്ലട കുഞ്ഞെ, അതുമാത്രം എനിക്ക് സഹിക്കാൻ കഴിയില്ല. ദത്തൻ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു, ആശ്വസിപ്പിച്ചു. ദത്തൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് വർണ്ണ എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു. അവൾ ഉറങ്ങിയിട്ടും ദത്തൻ അവളെ ചേർത്ത് പിടിച്ച് ഫയലുകൾ നോക്കുകയാണ്. അപ്പോഴാണ് ഭദ്ര വന്ന് ഡോറിൽ തട്ടിയത്. എന്താ മോളെ? മുത്തശ്ശി താഴേക്ക് വരാൻ പറഞ്ഞു കേട്ടാ, വേഗം വായോ. മോള് നടന്നു, ഞാൻ ഇപ്പോൾ വരാം. ദത്തൻ വിളിച്ചു പറഞ്ഞതും ഭദ്ര താഴേക്ക് പോയി. ദത്തൻ പറഞ്ഞ് പൊക്കിയെടുത്ത് ബെഡിൽ കൊണ്ടുപോയി കിടത്തി. അവളുടെ ചുണ്ടിലായി ഒന്ന് ഉമ്മ വെച്ച ശേഷം ഷർട്ടൊന്ന് ശരിയാക്കി അവൾ താഴേക്ക് നടന്നു. ദത്തനെ നോക്കി ഭദ്ര സ്റ്റെയറിൻ്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരും താഴേക്ക് നടന്നു. അവിടെ രാജശേഖരൻ്റെ പെങ്ങളും ഭർത്താവും ഒരു പെൺകുട്ടിയും ഇരിക്കുന്നുണ്ട്. കൂടെ ഒരു മധ്യവയസ്സായ ഒരു സ്ത്രീയുണ്ട്. ദത്തൻ ഷീലുവിൻ്റെ അരികിൽ ചെന്നിരുന്നു. ദത്തൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഷീലുവും ഭദ്രയും ഇരിക്കുന്നത് ഹാളിൽ വീട്ടിലെല്ലാവരും ഇരിക്കുന്നുണ്ട്. ദത്താ വർണ്ണ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു. അവൻ്റെ സാമീപ്യമുള്ള അവളെ അത്രയേറെ സ്വാധീനിച്ചിരുന്നു. ദത്തൻ റൂമിലില്ല എന്ന് മനസ്സിലായത് അവൾ താഴേക്ക് നടന്നു. അവിടെ അവൾക്ക് പരിചയമില്ലാത്ത 4 പേരെ കണ്ടത് വർണ്ണ സംശയത്തോടെ നിന്നു. ഇത് വർണ്ണയെ നോക്കി വന്നവരിൽ ഒരാൾ ചോദിച്ചു. ഇത് ദേവൻ്റെ ഭാര്യ. പപ്പ പറഞ്ഞു വന്ന് 4 പേരുടെ മുഖത്ത് അതിശയം നിറഞ്ഞു. ദേവൻ്റെ കല്യാണം കഴിഞ്ഞതറിഞ്ഞിരുന്നു, പക്ഷെ ഇത്രയും ചെറിയ കുട്ടിയായിരിക്കുന്ന കരുതിയില്ല. മോളുടെ പേരെന്താ? വർണ്ണ. വർണ്ണ, നല്ല പേര്.
ഞാൻ ചന്ദ്രൻ്റെ അളിയനാണ് സുരേന്ദ്രൻ, അതായത് ചന്ദ്രൻ്റെ പെങ്ങളുടെ ഭർത്താവ്. ഇതെൻ്റെ ഭാര്യ ചന്ദ്രിക, ഇത് എൻ്റെ മോള് ലക്ഷ്യ, ഇതെൻ്റെ പെങ്ങള് സുഭദ്ര, അയാൾ പരിചയപ്പെടുത്തി. സുഭദ്ര ഒഴിച്ച് ബാക്കി എല്ലാവരും അവളെ നോക്കി ചിരിച്ചു. മോളെന്താ നിൽക്കുന്നേ, ഇരിക്കേ, ചന്ദ്രിക പറഞ്ഞു. വർണ്ണയുടെ കണ്ണുകൾ ആദ്യം ചെന്നത് ദത്തനിലാണ്. അവളുടെ നോട്ടം കണ്ടു ഭദ്രയും ശീലവും അവരുടെ ഇരു കൈകളും ചേർത്ത് പിടിച്ചു. അത് കണ്ടതും വർണ്ണ ഒന്ന് പുച്ഛിച്ച് ചുറ്റും നോക്കി. ശേഷം നേരെ പോയി പാർത്തിയുടെ അരികിലായിരുന്നു. അവൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ചിന്ത വേറെ എവിടെയാണ്. ഏട്ടനെപ്പോഴാ വന്നേ? ഇപ്പോൾ എത്തിയുള്ളൂ അല്ലേ? ഓഫീസിലിരിക്കുന്ന പാർത്തിയെ കണ്ട് അവൾ ചോദിച്ചു. മറുപടിയായി അവൻ ഒന്ന് തല കുലുക്കി. അല്ല, നിങ്ങൾ ഈ കൊച്ചിന് തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ? ഈ കുട്ടിയെയും ദേവനെയും കണ്ട ഭാര്യ ഭർത്താവിനെ പോലെ തോന്നില്ലല്ലോ, ഒന്ന് കാറ്റടിച്ചാൽ പറന്നു പോവുമല്ലോ, സുഭദ്ര തമാശ രീതിയിൽ പറഞ്ഞു. ഏട്ടാ, ആ തൂക്കൊന്ന് തരുമോ? തള്ളച്ച് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇറങ്ങിയിരിക്കുക, പറഞ്ഞ അടുത്തിരിക്കുന്ന പാർത്തിയോട് പറഞ്ഞു. മരുമോൾക്ക് കുറച്ച് ബൂസ്റ്റും ഹോർലിക്സൊക്കെ വാങ്ങിക്കൊടുക്ക് ദേവി, ദത്തൻ്റെ അമ്മയെ നോക്കി ആ സ്ത്രീ പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടിയുടെ കാര്യം എന്നൊക്കെ ഞങ്ങൾക്കറിയാം, പുറത്തു നിന്നുള്ളവർ അതിൽ ഇടപെടാൻ നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടാ, പാർത്തി പറഞ്ഞതും ആ സ്ത്രീ ആകെ നാണം കെട്ട പോലെയായി. ഞങ്ങൾ വന്നത് ലക്ഷ്യയുടെ കല്യാണം ക്ഷണിക്കാനാണ്, സുരേന്ദ്രൻ പറഞ്ഞത് ഹാളിൽ ആകെ ഒരു നിശബ്ദത നിറഞ്ഞു. എല്ലാവരുടെയും കണ്ണുകൾ പാർത്തിയിൽ തറഞ്ഞു നിന്നു. വരുന്ന ഞായറാഴ്ചയാണ് കല്യാണം. പയ്യൻ നേവിയിലാണ്, ലീവ് കുറവായതിനാൽ എൻഗേജ്മെൻ്റ് ഇല്ല, നേരിട്ട് കല്യാണം നടത്താം എന്നാണ് രണ്ടു വീട്ടുകാരുടെയും തീരുമാനം, സുരേന്ദ്രൻ എങ്ങനെയോ പറഞ്ഞു അവസാനിപ്പിച്ചു. പയ്യൻ പോകുമ്പോൾ ലക്ഷ്യെ കൂടെ കൊണ്ടുപോകും. ഇവളെ കണ്ടതും പയ്യന് ഇഷ്ടമായി. ഇപ്പം എല്ലാം ഉറപ്പിച്ചിട്ട് അടുത്ത ലീവിന് കല്യാണം നടത്താമെന്നാണ് കരുതിയത്. പക്ഷെ പയ്യൻ്റെ വീട്ടുകാർക്ക് ഒരേ നിർബന്ധം, ഇപ്പം തന്നെ നടത്തണമെന്ന്. നാളെ കല്യാണം നടത്താമെന്ന് പറഞ്ഞാൽ പോലും അവർ റെഡിയാണ്. അല്ലാതെ പെങ്ങൾക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കുന്ന ചിലരെ പോലെയൊന്നല്ല. എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ ആവാനായിരിക്കും വിധി, സുരേന്ദ്രൻ്റെ പെങ്ങൾ പറഞ്ഞു കേട്ടു. വർണ്ണയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. സുഭദ്ര, മതി, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ്, ഇനി നീയായിട്ട് അതൊന്നും പുറത്തെടുക്കണ്ട, സുരേന്ദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു. തല കുനിച്ചിരിക്കുന്ന പാർത്തിയും തറവാട്ടിലെ എല്ലാവരുടെയും അവൻ്റെ നേർക്കുള്ള ദയനീയമായ നോട്ടവും ലക്ഷ്യയുടെ നിറഞ്ഞ കണ്ണുകളും വർണ്ണയുടെ മനസ്സിൽ സംശയങ്ങൾ ഊട്ടി ഉറപ്പിച്ചിരുന്നു. പാർത്തിയേട്ടാ, വർണ്ണ അവനെ പതിയെ വിളിച്ചു. അവൻ ദയനീയമായി വർണ്ണയെ ഒന്ന് നോക്കി. ഒന്നുമില്ല ഏട്ടാ, അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. പാർത്തി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, എല്ലാവരും ഒരുമിച്ച് കാണാമല്ലോ എന്ന് കരുതിയാണ് ഈ രാത്രി വന്നത്, അപ്പോൾ എല്ലാവരും തലേ ദിവസം തന്നെ വരണം, സുരേന്ദ്രൻ എണീറ്റ് കൊണ്ട് പറഞ്ഞു. അവരെ യാത്ര പറഞ്ഞിറങ്ങി. വാതിൽ കടന്നു പോകുന്നതിന് മുമ്പ് ലക്ഷ്യ പാർത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം അവരുടെ കണ്ണുകൾ തമ്മിൽ കോർത്തു. അവൻ പോലും അറിയാതെ അവൻ്റെ കണ്ണൊന്നു നിറഞ്ഞു. ആരും കാണാതെ അത് തുടച്ചു മാറ്റിയെങ്കിലും വർണ്ണ അത് കണ്ടിരുന്നു. സങ്കടപ്പെടില്ല ഏട്ടാ, എല്ലാം ശരിയാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല, ഇങ്ങനൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, ലക്ഷ്യം ഞാൻ മറന്നതുമാണ്, പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സാരില്ല, ലക്ഷ്യ ചേച്ചി ആയിരിക്കില്ല ഏട്ടൻ്റെ പാതി, വേറൊരു ചേച്ചിയാണ്, എനിക്കൊരു ചേച്ചീൻ്റെ ആജ്ഞിക എന്നാ പേര്, നമുക്ക് ചേച്ചിയൊന്ന്. പെട്ടെന്ന് അബദ്ധം പറ്റിയ പോലെ വർണ്ണ നാവ് കടിച്ചു. പാർത്തി അവളെ സംശയത്തോടെ നോക്കി. ഏട്ടൻ വന്നല്ലേ ഉള്ളോ, പോയി കുളിച്ച് ഫ്രഷ് ആവ്, പറഞ്ഞ് ഒന്ന് ഇരുത്തി നോക്കി. പാർത്തി മുകളിലേക്ക് പോയി. നിനക്കെന്താ പറഞ്ഞ വട്ടായ, പ്രേമം പൊട്ടിപ്പൊളിഞ്ഞ ഒരാളോട്, അതും കാമുകിയുടെ കല്യാണം നടക്കുന്ന സങ്കടത്തിലിരിക്കുന്ന ആളോടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അവൾ സ്വയം തലക്കിട്ട് കൊട്ടി തല ഉയർത്തിയതും ദത്തനും ഭദ്രയും ശീലവും തന്നെ നോക്കി താടിക്കും കൈകൊടുത്തിരിക്കുകയാണ്. അവർ 4 പേരും മാത്രമേ ഇപ്പോൾ ഹാളിലുള്ളൂ. വർണ്ണ ഒരു ചമ്മയ ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ എന്നെ കാണാതായാലും അന്വേഷിക്കാൻ ആളുകളുണ്ടാവുമല്ലോ അല്ലേ? കുറേ മെസ്സേജുകൾ കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജും കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ നാളെ കാണാം കേട്ടോ. ബൈ, താങ്ക് യു.